ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ നേരം കരഞ്ഞു. നബി തങ്ങൾ തങ്ങളുടെ കരച്ചിലിനെ കുറിച്ച് മാത്രം കിതാബുണ്ട്, മവാഖിഫുൻ ബകാ ഫീഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള കരഞ്ഞ നിമിഷങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞ നിമിഷം ആയിട്ട് പരിചയപ്പെടുത്തുന്നത് ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോഴാണ്. അത്രയും ഇഷ്ടക്കാരനാണ് കൊല്ലപ്പെട്ടേക്കണം. ശത്രുക്കൾ അത്രമാത്രം മഹാനവർകളെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചാട്ടൂളിയറിന് വീഴ്ത്തി, ശത്രുക്കൾ ഓടി വന്നിട്ട് കൈകാലുകൾ മുറിച്ചു എന്ന് മാത്രമല്ല, അവർ ഈർച്ചവാളെടുത്തിട്ട് ഈ കഴുത്ത് മുതൽ പൊക്കൾ വരെ വലിച്ചു കീറി. അപ്പുറത്തും ഇപ്പുറത്തും ശത്രുക്കൾ വന്നിട്ട് കൈയിട്ടിട്ട് വലിച്ചെടുത്തു. എന്നിട്ടാണ് കരൾ ചവച്ച് തുപ്പുന്നത്. ചെവി മുറിച്ചു, കണ്ണു മുറിച്ചു. അങ്ങനെ മഹാനവറുകളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയത്. യാ ഹംസ യാ അമ്മൽ മുസ്തഫ യാ കാശിഫൽ ഖുർബാത്ത്. അതിന്റെ ഇടയിൽ തങ്ങൾ പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഹംസ തങ്ങൾക്ക്, ഇന്നക വസൂലൽ ലിർറഹിമി, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളല്ലേ. ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുള്ളാഹിയുടെ അസ്നൽ മത്വാലിബ് ഫീ സുലത്തുൽ അഖാരിബിൽ ഈ ചരിത്രം പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾ ഒരു ചർച്ച, എന്തിനാ ഹംസ തങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വാളിറ്റി പറഞ്ഞത്? ഇത് വലിയ ക്വാളിറ്റിയാണെന്ന് നമ്മളൊക്കെ പഠിപ്പിക്കാൻ. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാർ. അവർ മരിച്ചു കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ നാട്ടുകാർ പറയും, ആ മഹമൂദാജി മൂപ്പരുള്ള കാലത്ത് പെങ്ങന്മാർക്കല്ല സ്വർഗല്ലേ, ചാക്കരി കൊണ്ടിടലല്ലേ. എന്താണ് ആ സക്കാഫ് ഉസ്താദ്, എന്താണ് ഉസ്താദ് 5 പെങ്ങന്മാർ, ഉപ്പില്ലാത്തൊരു വേദന അറിയിക്കാതെ പൊന്നുപോലെ നോക്കി. അത് മതി നമുക്ക്, വേറെ ഒന്നും നമുക്ക് വേണ്ട. നമ്മുടെ കുടുംബത്തിലെ രാജാവാണ് അത് നമുക്ക്.